സ്റ്റാലിൻ്റെ ഒരു പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വിജയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അന്വേഷണം കഴിയട്ടെ എന്നുള്ള രാഷ്ട്രീയ മാന്യത വെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടതുമാണ്. ഇത് എങ്ങനെ ഈ TVK പ്രവർത്തകരെ അല്ലെങ്കിൽ TVK എന്ന പാർട്ടിയെ ബാധിക്കാനാണ് സാധ്യത? മറ്റൊരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള സാധ്യതയ്ക്ക് എത്രത്തോളമുണ്ട് ഈ വിഷയത്തിൽ? ജീന, ഇന്നലെ ഈ സംഘടിപ്പിച്ച ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ തുടക്കത്തിൽ തന്നെ ഇതൊരു മഹാദുരന്തത്തിലേക്ക് പോകേണ്ട ഒരു സംഭവമായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടലുകൾ കൊണ്ടാണ് ഈ വിധമെങ്കിലും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയെ കുറച്ചു നിർത്താൻ സാധിച്ചതെന്ന് വേണം പറയാൻ. കാരണം ഇന്നലെ വൈകിട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉച്ചയ്ക്ക് 1 മണിക്ക് മുതൽ ആളുകൾ ഒഴുകിയെത്തിയിരുന്നു ഈ പരിപാടി വീക്ഷിക്കാനായിട്ട്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ വിജയുടെ TVKയുടെ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, തമിഴ്നാട്ടിൽ ഇത്തരം താരമൂല്യമുള്ള നായകർ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അവരുടെ പരിപാടി കാണാൻ വേണ്ടി അവർ ആരാധകർ ഒഴുകിയെത്തുന്നത് സ്വാഭാവികമാണ്. ആ വിധത്തിൽ 1 മണി മുതൽ കാത്തുനിന്ന മനുഷ്യർക്കിടയിലേക്ക് വൈകിയെത്തുന്ന വിജയെ കാണാൻ വേണ്ടി ആളുകൾ തിക്കിത്തിരക്കി കയറുമ്പോൾ അവർക്കിടയിൽ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ വിജയ്ക്ക് ഏതായാലും സാധിച്ചില്ല, വിജയുടെ പാർട്ടിക്ക് സാധിച്ചില്ല. ആ വിധത്തിൽ അവിടെ ഉണ്ടായ ഒരു ദുരന്തത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് സംസ്ഥാന സർക്കാർ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി വലിയ തോതിൽ ഉയർന്നേനെ എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഏതായാലും അവിടേക്ക് സെന്തിൽ ബാലാജി അടക്കമുള്ള മുൻ മന്ത്രിമാർ, അതോടൊപ്പം തന്നെ ട്രിച്ചിയിൽ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി, അതോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രി ഒക്കെ അവിടേക്ക് പെട്ടെന്ന് എത്തുന്നു. ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ADGP എത്തുന്നു, സംസ്ഥാന പോലീസ് മേധാവി അവിടേക്ക് വരുന്നു. പിന്നെ ദിണ്ടികളിലെയും ട്രിച്ചിയിലെയും ഒക്കെ കളക്ടർമാരെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ബന്ധപ്പെടുന്നു, അവരെ ഏകോപിപ്പിച്ച് അവിടേക്ക് അയക്കുന്നു. അവിടെ ആംബുലൻസുകൾ അയക്കുന്നു, സേലത്ത് നിന്നടക്കം ആരോഗ്യ പ്രവർത്തകർ എത്തിക്കുന്നു, ഇവിടെ വേണ്ട സൗകര്യങ്ങൾ ആശുപത്രികളിൽ ഒരുക്കുന്നു. അപ്പോൾ ആ വിധത്തിലൊക്കെ ആരോഗ്യ പ്രവർത്തകരെ എത്തിച്ച് ഒരു ഏറ്റവും യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ വളരെ വേഗം അവിടെ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ സംസ്ഥാന സർക്കാരിനായി എന്നുള്ള നിലയിലാണ് ഈ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി ഒരു പരിധിവരെയെങ്കിലും തടഞ്ഞു നിർത്താനായത്. പക്ഷേ ആ സാഹചര്യത്തിൽ പോലും സ്വാഭാവികമായും ആ സർക്കാരിനൊപ്പം നിന്ന് രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമാകേണ്ട TVKയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് കേവലം ആരോപണങ്ങൾ മാത്രമാണ്. ഇപ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പക്ഷത്ത് TVK പ്രവർത്തകർ ഉറച്ചു നിൽക്കുമ്പോൾ മറുഭാഗത്ത് പ്രതിപക്ഷത്തെ ഇപ്പോൾ CPM അടക്കം, തമിഴ്നാട്ടിൽ നമുക്കറിയാം CPM ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ്, അതോടൊപ്പം തന്നെ അവിടെ ADMK ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും അന്വേഷണം പ്രഖ്യാപിക്കുന്നു, വിജയ് അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടി ഉയർത്തുന്നുണ്ട്. ഇതിനിടയിൽ പോലീസ് ലാത്തി ചാർജ് നടത്തിയിട്ടാണ് ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായതെന്നൊക്കെ TVK പ്രവർത്തകർ ആരോപിക്കുന്നു. ഇതിനെ കണ്ണിക്കാനായിട്ട് രാഷ്ട്രീയ പ്രവർത്തകർ മറുഭാഗത്ത് ഇടപെടുന്നു. അപ്പോൾ ആ വിധത്തിലൊക്കെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഇത് കടന്നു പോകുമ്പോൾ വിജയിൽ അർപ്പിതമായിരുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം അവിടെ എത്തിപ്പെട്ടത്. സ്വാഭാവികമായും അദ്ദേഹം ഒരു താരമൂല്യമുള്ള ഒരു സിനിമാ താരം എന്നതിനപ്പുറം അദ്ദേഹം TVK എന്ന് പറയുന്ന തമിഴകം വെട്ടിക്കഴകം എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ നേതാവായിട്ട്, ഒരു അധ്യക്ഷനായിട്ട് അവിടെ എത്തി നിൽക്കുമ്പോൾ സ്വാഭാവികമായും ദുരന്തമുണ്ടാകുന്ന മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങി നിന്ന് അവിടുത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം വിജയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു. എന്നാൽ അതുണ്ടായില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തോട് പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാതെ അദ്ദേഹം തിരിച്ച് ചെന്നൈയിലേക്ക് മടങ്ങുകയായിരുന്നു. അപ്പോൾ ആ വിധത്തിൽ വിജയ്ക്കുള്ളിലൊരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇനിയും പൂർണ്ണമായി പാകപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ കൂടിയായിരുന്നു ഇന്നലെ നമ്മൾ കരൂരിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം പിന്നീട് സമൂഹ മാധ്യമത്തിൽ കുറിക്കുന്നത് നമ്മൾ കണ്ടു. എൻ്റെ ഹൃദയം നുറങ്ങിപ്പോകുന്നു, ഞാൻ എന്ത് പറയണമെന്നറിയാത്ത മരവിപ്പിലാണ്. പക്ഷേ അദ്ദേഹം അതിനുശേഷമെങ്കിലും അല്ലെങ്കിൽ ഇന്ന് പുലർച്ചയോടെയെങ്കിലും അദ്ദേഹം ആശുപത്രിയിലൊന്ന് സന്ദർശിക്കാമായിരുന്നു. കാരണം ഈ വിജയെ കാണാനായി എത്തിയ മനുഷ്യരാണ് അവർ. ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു നമുക്കറിയാം തമിഴ്നാടെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മനുഷ്യരാണ്. വിദ്യാഭ്യാസപരമായൊക്കെ പിന്നാക്കം നിൽക്കുന്നുവെങ്കിൽ പോലും അവർ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മനുഷ്യരാണ്. അപ്പോൾ അവർക്കിടയിലേക്ക് വിജയ്ക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കണമെങ്കിൽ നാളെയും വിജയ് ഇവർക്കിടയിൽ ഇറങ്ങിച്ചെന്ന് വോട്ട് ചോദിക്കേണ്ടയാളാണ്. വിജയ് നാളെയും തൻ്റെ രാഷ്ട്രീയ പ്രചാരണം ഇവർക്കിടയിൽ നടത്തേണ്ട ഒരു വ്യക്തിയാണ്.